എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 42ാമത്തെ സർഗത്തിൽ 8 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം കഥ പറഞ്ഞത് ഏറ്റവും കഠിനമായിട്ടുള്ള അധ്വാനം ചെയ്ത പലരും, ഭഗീരഥൻ എന്നു പേരുള്ള ആ രാജാവിൻ്റെ പൂർവികരായിട്ടുള്ള പല രാജാക്കന്മാർ, അംശുമാനുണ്ട്, ദിലീപനുണ്ട്, അതിനു മുമ്പ് സഗരനുണ്ട്, അവരുടെ കഥകളൊക്കെ പറഞ്ഞു. അവരെല്ലാവരും തന്നെ കാലധർമ്മത്തെ പ്രാപിച്ചു. ആർക്കും ഗംഗയെ ഭൂമിയിലേക്കോ ഭൂമിയിൽ നിന്ന് താഴെ പാതാള ലോകത്തിലേക്കോ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിലീപൻ എന്നു പേരുള്ള രാജാവിന് ഭഗീരഥൻ എന്നുള്ള പുത്രനുണ്ടായത്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാണ്. നമുക്ക് ആദ്യം 8ാമത്തെ ശ്ലോകം നോക്കാം. ദിലീപസ്തു മഹാതേജ യജ്ഞൈർബഹുഭിരിഷ്ടവാൻ 30 വർഷസഹസ്രാണി രാജാരാജ്യമകാരയത്. മഹാരാജാവായിട്ടുള്ള ദിലീപനും ധാരാളം യാഗങ്ങളൊക്കെ ചെയ്തു. അതാണ് ദിലീപസ്തു മഹാതേജാഹ. മഹാതേജസ്വിയായിട്ടുള്ള ദിലീപൻ എന്ന പേരുള്ള രാജാവ് ബഹുഭിഹി യജ്ഞൈഹി ഇഷ്ടവാൻ, പല തരത്തിലുള്ള യാഗങ്ങൾ, അതാണ് ബഹുഭിഹി യജ്ഞൈഹി. പലതരത്തിലുള്ള യാഗങ്ങളുണ്ടല്ലോ, അശ്വമേധമുണ്ട്, വാജപേയുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പുത്രകാമേഷ്ടിയുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള യാഗങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള യാഗങ്ങളൊക്കെ ചെയ്തിട്ട് ഏതാണ്ട് 30,000 വർഷങ്ങളോളം ഭൂമിയിൽ ജീവിച്ചു. 30 വർഷസഹസ്രാണി രാജാ രാജ്യം അകാരയത്. 30 വർഷസഹസ്രം, അതായത് 30,000 വർഷം. 30,000 വർഷങ്ങളോളം രാജ്യത്ത് തന്നെ വർത്തിച്ചുകൊണ്ട് പല പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് ജനങ്ങൾക്കൊക്കെ സുഖവും സമ്പത്തുമൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ ദിലീപൻ രാജ്യമൊക്കെ ഭരിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചില്ല? ഗംഗയെ എങ്ങനെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ആ ഒരു പരിപാടി മാത്രം നടന്നില്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അഗത്വാ നിശ്ചയം രാജാ തേഷാമുദ്ധരണം പ്രതി വ്യാധിനാ നരശാർദൂല കാലധർമ്മമുപേയുവാൻ. അല്ലയോ നരശ്രേഷ്ഠ, നരശാർദൂല, അല്ലയോ രാജകുമാരനായിട്ടുള്ള ശ്രീരാമചന്ദ്ര, തേഷാം ഉദ്ധരണം പ്രതി നിശ്ചയം അഗത്വ. തേഷാം എന്ന് പറഞ്ഞാൽ സഗരതനയാനാം, സഗരതനയന്മാരുടെ ഉദ്ധരണം പ്രതി, അവരെ സ്വർഗലോകത്തിലേക്ക് ഉദ്ധരിച്ചു കൊണ്ടുപോകുവാൻ, അവർക്ക് മോക്ഷം ലഭിക്കുവാൻ വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് അഗത്വ, നിശ്ചയം അഗത്വ. അതിനു വേണ്ടതായ നിശ്ചയങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തവനായി തീർന്നു ദിലീപൻ. ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ഈ ഒരു പ്രവൃത്തി മാത്രം വേണ്ടതുപോലെ ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വ്യാധിന, ഏറെ കാലം പ്രയത്നിച്ചുവെങ്കിലും അതിന് വേണ്ടതുപോലെ ഒരു ഫലമൊന്നും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് വ്യാധിയോട് കൂടിയിട്ട് കാലധർമ്മം ഉപേയുവാൻ. ആധിയും വ്യാധിയും അതൊക്കെ ഒരുമിച്ച് സംഭവിക്കുന്നതാണ്. ആധി മനസ്സിന് വരുന്ന അസുഖമാണ്. അത് വരുമ്പോൾ ശരീരത്തിന് വയ്യായിക വരും. ശരീരം വയ്യാതെ വരുമ്പോൾ മനസ്സും അസ്വസ്ഥമാവും. അങ്ങനെ എല്ലാം കൊണ്ടും അസ്വസ്ഥനായിട്ടുള്ള ആ ദിലീപൻ എന്ന പേരുള്ള മഹാരാജാവ് കാലധർമ്മം ഉപേയുവാൻ വളരെ കാലം ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ കണക്ക് നോക്കുമ്പോൾ 30,000 വലിയൊരു കാലം തന്നെയാണെങ്കിലും അന്നത്തെ കാലത്ത് അത്രയൊന്നും വലിയൊരു അധിക കാലം ആവില്ലായിരിക്കും. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ മരണത്തിന് കീഴടങ്ങി എന്നർത്ഥം. എന്നിട്ടോ അടുത്ത ശ്ലോകം പറയാണ്. 10ാമത്തെ ശ്ലോകം നോക്കാം. ഇന്ദ്രലോകം ഗതോ രാജാ സ്വാർജിതേനൈവ കർമ്മണ രാജ്യേ ഭഗീരഥം പുത്രമഭിഷിച്യ നരർഷഭ. അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം തൻ്റെ പുത്രനെ രാജാവായിട്ട് വാഴിച്ചിരുന്നു. അതാണ് ഇവിടെ പറയണത്. ഇന്ദ്രലോകം ഗതോ രാജാ സ്വാർജിതേനൈവ കർമ്മണ. രാജാ സ്വാർജിതേനൈവ കർമ്മണ, രാജാവ് തന്നെത്താൻ ഉണ്ടാക്കിയെടുത്തതായ കർമ്മ മാഹാത്മ്യങ്ങളെ കൊണ്ട് ഇന്ദ്രലോകത്തേക്ക്, അതായത് സ്വർഗലോകത്തേക്ക് പോയി. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്തിരുന്നു? രാജ്യേ ഭഗീരഥം പുത്രം, തൻ്റെ രാജ്യത്ത് അയോധ്യയിൽ പുത്രം ഭഗീരഥം, തൻ്റെ പുത്രനായിട്ടുള്ള ഭഗീരഥനെ അഭിഷേകം ചെയ്തിട്ട്, അല്ലയോ നരർഷഭ, അല്ലയോ ശ്രീരാമ, ഈ രാജാവായിട്ടുള്ള ദിലീപൻ എന്ത് ചെയ്തു? സ്വാർജിതേനൈവ കർമ്മണ ഇന്ദ്രലോകം ഗതഃ, താൻ തന്നെ നേടിയെടുത്തതായ സത്കർമ്മങ്ങളെ കൊണ്ട് സ്വർഗലോകത്തേക്ക്, ഇന്ദ്രലോകം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്, സ്വർഗലോകത്തേക്ക് പോയി.
അതായത് മരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പുത്രനെ രാജാവായിട്ട് വാഴിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് അതിനുശേഷം ആ വാഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗം പൂകി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പോൾ ആ ഭഗീരഥനെ പറ്റി വർണ്ണിക്കുകയാണ് 11ാമത്തെ ശ്ലോകത്തിൽ. ഭഗീരഥസ്തു രാജർഷിർധാർമ്മികോ രഘുനന്ദന അനപത്യോ മഹാരാജ പ്രജാകാമസചാപ്രജ. ഭഗീരഥസ്തു, ദിലീപന്റെ പുത്രനായിട്ടുള്ള ഭഗീരഥനാകട്ടെ രാജർഷിയാണ്, അതുപോലെ തന്നെ ധാർമ്മികനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വല്ലാത്ത ദുഃഖം ഉണ്ടായിരുന്നു, അനപത്യത. അതാണ് രാജർഷിഹി, രാജാചാസൗ ഋഷിശ്ച രാജർഷിഹി. രാജർഷി എന്ന് പറഞ്ഞാൽ രാജാവുമാണ്, അതേസമയം തന്നെ ഋഷി തുല്യനുമാണ്. അങ്ങനെയുള്ള രാജർഷിയായിട്ടുള്ള ആ ഭഗീരഥൻ, അല്ലയോ ശ്രീരാമ, അദ്ദേഹത്തിന് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് അനപത്യത. കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപത്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നർത്ഥം. കുട്ടികൾ ഉണ്ടായിരുന്നില്ല ആ ഭഗീരഥൻ എന്ന് പറഞ്ഞ മഹാരാജാവിന്. അദ്ദേഹം പ്രജാകാമനായിരുന്നു, പക്ഷേ പ്രജകളൊന്നും ഉണ്ടായില്ല. ഒരേ വാക്കുകൾ, പ്രജ എന്നുള്ളതിന് ഒരേ സമയം രണ്ടർത്ഥങ്ങളുണ്ട്. പ്രജ എന്നുള്ളതിന് തൻ്റെ രാജ്യത്തെ പ്രജകൾ എന്നുള്ള അർത്ഥത്തിലും സന്തതി എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കാവുന്ന ഒരു വാക്കാണ്. നാനാർത്ഥക പദമാണ് പ്രജ എന്നുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രജാകാമനായിരുന്നു, പക്ഷെ അദ്ദേഹം അപ്രജനായിരുന്നു എന്നുള്ളതിന് അർത്ഥം ഇതാണ്. പ്രജകൾക്കൊക്കെ അദ്ദേഹം വളരെ കാമുകനായിരുന്നു, പ്രജകളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നവനായിരുന്നു, പ്രജകൾക്ക് അങ്ങടും വളരെ ഇഷ്ടമുള്ളവനായിരുന്നു. എന്നാൽ അദ്ദേഹം അപ്രജനായിരുന്നു. അപ്രജൻ എന്ന് പറഞ്ഞാൽ പ്രജകളില്ലാത്തവനായിരുന്നു. അനപത്യതാ ദുഃഖം വളരെയധികം ബാധിച്ചവനായിരുന്നു. അങ്ങനെ ഒരു ദുഃഖം ഭഗീരഥനുണ്ടായിരുന്നു. നമ്മളിങ്ങനെ രഘുവംശത്തിൽ നോക്കുമ്പോൾ പലർക്കും ഇതുപോലെ നമ്മൾ കണ്ടു. അതിലൊരാളാണ് ഭഗീരഥനും എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അങ്ങനെ ആ ദുഃഖമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അതാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയണത്. മന്ത്രിഷ്വാധായ തദ്രാജ്യം ഗംഗാവതരണേരത തപോ ദീർഘം സമാതിഷ്ഠത് ഗോകർണേ രഘുനന്ദന. അല്ലയോ രഘുനന്ദന, അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയോ? തൻ്റെ ദുഃഖമൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട്, മക്കളില്ല എന്നുള്ളതൊരു ദുഃഖം, അതുപോലെ തന്നെ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ തുടർന്നു വരുന്നതായിട്ടുള്ള മറ്റൊരു ദുഃഖം. ആദ്യം തൻ്റെ കാരണവന്മാർക്കൊക്കെ മോക്ഷം കൊടുക്കാം, അത് കഴിഞ്ഞാൽ തന്നെ പുത്രന്മാർ, നമ്മളെപ്പോഴും പറയും കാരണവന്മാർക്കൊക്കെ ഉള്ളത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താൽ അത് മക്കൾക്കാണ് നന്മയായിട്ട് ഭവിക്കാന്ന്. അപ്പോൾ കാരണവന്മാരവിടെ മോക്ഷം കിട്ടാതെ കിടക്കുന്നത് കാരണമാകണം ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ സകരപുത്രന്മാർക്ക് മോക്ഷം നൽകാനായി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുകയാണ്. അതാണ് അതിനു വേണ്ടിയിട്ട് മന്ത്രിഷു തദ്രാജ്യം ആദായ, മന്ത്രിമാർക്ക് തൻ്റെ രാജ്യത്തിൻ്റെ ഭരണം കുറച്ചു കാലത്തേക്ക് കൈമാറി. ഈ പറഞ്ഞ സകരപുത്രന്മാർക്ക് സ്വർഗലോകമൊക്കെ കൊടുക്കണമെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗംഗാവതരണേ രഥഃ, ഗംഗയെ ഭൂമിയിലേക്കും പാതാള ലോകത്തിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ വളരെയധികം ആഗ്രഹിക്കുന്നവനായ, അതാണ് ഗംഗാവതരണേ രഥഃ, വളരെയധികം താല്പര്യപ്പെടുന്നവനായ ആ ഭഗീരഥൻ രാജ്യം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് തപോ ദീർഘം സമാധിഷ്ഠത് ഗോകർണേ, ഗോകർണം എന്ന് പറഞ്ഞ പ്രദേശത്ത് പോയിട്ട് ദീർഘം തപഹ സമാധിഷ്ഠത്, വളരെ കാലം നീണ്ടു നിൽക്കുന്നതായ തപസ് ചെയ്തു. അതാണ് ഈ ഗംഗയെ എങ്ങനെയെങ്കിലും ഭൂമിയിലേക്കും പാതാളത്തിലേക്കും ഒക്കെ കൊണ്ടുപോകണം എന്ന് കരുതിയിട്ട് കഠിനമായിട്ട് വളരെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള തപസ് ഭഗീരഥൻ ആരംഭിച്ചു എന്നാണ് ഇവിടെ പറയണത്. അതെങ്ങനെയായിരുന്നു ആ തപസ്സിൻ്റെ ഒരു രീതി എന്നുള്ളത് കൂടി പറഞ്ഞിട്ട് 13ാമത്തെ ശ്ലോകം തീരാണ്. നമുക്ക് ആ ശ്ലോകം കൂടി നോക്കാം. ഊർധ്വബാഹുഃ പഞ്ചതപ മാസാഹാരോ ജിതേന്ദ്രിയ തസ്യ വർഷസഹസ്രാണി ഘോരേ തപസി തിഷ്ഠത. അടുത്തൊരു ശ്ലോകത്തിലേക്ക് കൂടി അത് നീളുന്നുണ്ട്. അതീതാനി എന്നുകൂടി പറയണം, അത് ആ അർത്ഥം കൂടി ചേർത്ത് പറയാം. ഇവിടെ പറയാണ് ഊർധ്വബാഹു, ഗോകർണ ദേശത്ത് ചെന്നിട്ട് അദ്ദേഹം തപസ് ചെയ്യുന്നത് കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തി കൂപ്പ് കൈയോടുകൂടി നിന്നിട്ട് പഞ്ചതപാഹ, പഞ്ചതപസ് എന്നുള്ളതിന് പഞ്ചാഗ്നി മധ്യ തപസ് എന്നർത്ഥം. അതായത് പഞ്ചാഗ്നി എന്നുള്ളതിന് ചുറ്റുപാടും, താൻ നിൽക്കുന്നതിന് ചുറ്റുപാടും തീയിടുക, അതിൻ്റെ ഒരു ചൂട്, മുകളിൽ നിന്ന് സൂര്യൻ്റെ ചൂട്, അതാണ്. അപ്പം 4 പാടുമുള്ള ചൂടും മുകളിൽ നിന്നുള്ള ചൂടും കൂടിയാവുമ്പോഴാണ് പഞ്ചാഗ്നി എന്ന് പറയണത്. അങ്ങനെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട്
തപസ് ചെയ്യാൻ തുടങ്ങി. ഊർധ്വബാഹുക്കളായിട്ട്. അതുപോലെ മാസാഹാരൻ ജിതേന്ദ്രിയൻ എന്ന് 2 വിശേഷണം കൊടുത്തിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടും ഇന്ദ്രിയങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടും അങ്ങനെ കഠിനമായിട്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള തപസ്സാണ് ആ രാജർഷി ചെയ്തത്, ഗോകർണത്തിൽ പോയിട്ട് ചെയ്തത്. തസ്യ വർഷസഹസ്രാണി 1000 വർഷങ്ങൾ കഴിച്ചുകൂട്ടി. ഘോരേ തപസി തിഷ്ഠത തസ്യ വർഷസഹസ്രാണി അതീതാനി എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ്. അങ്ങനെ ആ മഹാമുനി മുനിമാര് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിയാണ് രാജാവായിട്ടുള്ള ഭഗീരഥൻ ചെയ്തത്. അങ്ങനെ 1000 വർഷം കഴിഞ്ഞുപോയി. എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദിലീപസ്തു മഹാതേജായജ്ഞൈർബഹുഭിരിഷ്ടവാൻ 30 വർഷസഹസ്രാണി രാജാ രാജ്യമകാരയത് അഗത്വാ നിശ്ചയം രാജാ തേഷാമുദ്ധരണം പ്രതി വ്യാധിനാ നരശാർദൂല കാലധർമ്മമുപേയിവാൻ ഇന്ദ്രലോകം ഗതോ രാജ സ്വാർജിതേനൈവ കർമ്മണ രാജ്യേ ഭഗീരഥം പുത്രമഭിഷിച്യ നരർഷഭ ഭഗീരഥസ്തു രാജർഷിർധാർമ്മികോ രഘുനന്ദന അനപത്യോ മഹാരാജാഃ പ്രജാകാമഃ സ ച പ്രജ മന്ത്രിഷ്വാധായ തദ്രാജ്യം ഗംഗാവതരണേ രതഃ തപോദീർഘം സമാതിഷ്ഠത് ഗോകർണേ രഘുനന്ദന ഊർധ്വബാഹുഃ പഞ്ചതപാഃ മാസാഹാരോ ജിതേന്ദ്രിയ തസ്യ വർഷസഹസ്രാണി ഘോരേ തപസി തിഷ്ഠത. അങ്ങനെ കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ട് ആരാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.